നവംബർ 10 ബ്ലാസ്റ്റിലുള്ള കുറെ ആളുകളുടെ പേരാണ്. അപ്പോ അവൽ മലർ തിയറിയാണ് അവര് ഇതിന് ശേഷം നമ്മൾ കാണുന്ന മൊത്തം. അവലും മലരും. ഇതില് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഇലക്ഷനെ കുറിച്ചാണ്. ഞാൻ ആ ഇലക്ഷന്റെ ഒരു കണക്ക് ഒന്ന് നോക്കിയപ്പോ, ഒരു ലോക്സഭാ ഇലക്ഷൻ ഇൻവോൾവിംഗ് 543 സീറ്റ്സ്, 28 സ്റ്റേറ്റ്, 8 യൂണിയൻ ടെറിട്ടറി. അപ്പോൾ റഫ്ലി 4 to 6 മേജർ സ്റ്റേറ്റ് ഇലക്ഷൻസ് ആനുവലി. ലോക്കൽ ബോഡി ഇലക്ഷൻ ഇൻക്ലൂഡിംഗ് പഞ്ചായത്ത്, മുനിസിപ്പൽ, അർബൻ, ജില്ലാ, കോർപ്പറേഷൻ. റഫ്ലി 60,000 to 80,000 വാർഡ്, വില്ലേജ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഓൺ ആവറേജ് 10 to 20 ബൈ ഇലക്ഷൻ എല്ലാ വർഷവും നടക്കുന്നുണ്ട്. സോ ഇൻ ഇന്ത്യ സം ഫോം ഓഫ് ഇലക്ഷൻ ഹാപ്പൻ ഓൾമോസ്റ്റ് എവറി വീക്ക്. എല്ലാ ആഴ്ചയിലും എന്തെങ്കിലും ഇലക്ഷൻ ഇന്ത്യയിൽ, ഒരു വീക്ക് പോലും, ഒരു ഇലക്ഷൻ നടക്കാത്ത ഒരു വീക്ക് പോലും ഇന്ത്യയിൽ ഇല്ല. സംവെയർ ഇൻ ദ കൺട്രി. ആൻഡ് ഓൺ ആവറേജ് 5 to 6 മേജർ ഇലക്ഷൻസ്. എല്ലാ വർഷവും ഒരു 6 മേജർ ഇലക്ഷൻസ്. ഇപ്പൊ ബീഹാർ ഇലക്ഷൻ മേജർ ഇലക്ഷൻ ആണ്. ഒന്നീ ഒരു സ്റ്റേറ്റ് ഇലക്ഷൻ, അല്ലെ മെയിൻ ഇലക്ഷൻ, അല്ലെ ഒരു ബൈ ഇലക്ഷൻ. അപ്പൊ അതിന്റെ അടുത്ത എവിടെയെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ ആ ലോക്സഭ ബൈ ഇലക്ഷനെ വെച്ചാണ് ഇത് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, ഇതിനു മുന്നേ അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? എവറി ടൈം ഇങ്ങനെ ഒരു ടെറർ ആക്ട് വരുമ്പോൾ അതിന് കാരണമായിട്ടുള്ള മതത്തെയും മതശാസനങ്ങളെയും എല്ലാം പൂർണ്ണമായിട്ട് തള്ളുകയാണ്. അതിനെക്കുറിച്ച് ഒരു ചർച്ചയില്ല, അതിനെ പരിഷ്കരിക്കേണ്ടതില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല, അതെല്ലാം ഓക്കെയാണ്. പക്ഷെ വേറെ ആരൊക്കെയാണ് ഫാൾസ് ഇക്വലൻസ് ഉണ്ട്. ISIS is equal to RSS, ICICI, ഈ മോഡലുള്ള ഇക്വേഷൻസ് കൊണ്ടുവരിക, അതിന് കുറെ ചെറി പിക്കിംഗ് ഡേറ്റ അവതരിപ്പിക്കുക, ഇത് പറഞ്ഞു നടക്കുക, എല്ലായിടത്തും കൊണ്ടുവന്ന് നിറയ്ക്കുക, അടുത്തത് വരുമ്പോഴും ഇത് തന്നെ ചെയ്യുക. യഥാർത്ഥ പ്രശ്നം അതേപടി തുടരുക. എത്ര ഈസി ആയിട്ടാണ് നമ്മുടെ സമൂഹം ഫൂൾഡ് ആയിക്കൊണ്ടിരിക്കുന്നത് എന്നാലോചിച്ചു. ഇതിപ്പോ പുതിയൊരു ന്യായമാണ്. ഇന്നലെ ഞാൻ കണ്ട ഒരു കാര്യമാണ്, വൈറ്റ് കോളർ ടെററിസം പോലും. എന്താണ് ഈ വൈറ്റ് കോളർ ടെററിസം എന്ന് പറഞ്ഞാൽ? ഡോക്ടേഴ്സിനെയാണ് കൂടുതലും അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ പറയുന്നവരൊക്കെ ഡോക്ടേഴ്സ് ആണ് പോലും. ഡോക്ടർ മുസാമുൽ, ഡോക്ടർ അദീൽ, ഡോക്ടർ മൊഹീദ്ദീൻ, ഡോക്ടർ ഉമർ മുഹമ്മദ്, ഡോക്ടർ ഷഹീൻ, ഇങ്ങനെ 4-5 ഡോക്ടേഴ്സിനെയൊക്കെ ഡീറ്റെയിൻ ചെയ്തിട്ടുണ്ട്, അല്ലെ ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ടുണ്ട്, അല്ലെ സസ്പെക്റ്റഡ് ആയിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഇവരെല്ലാം തന്നെ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വരുന്നവരാണ്. അൽ ഫലാഹ് യൂണിവേഴ്സിറ്റി, അതൊരു ചാരിറ്റി, മുസ്ലിം ചാരിറ്റി ഓർഗനൈസേഷൻ നടത്തുന്നതാണ്. അപ്പോ സമൂഹം ഭയങ്കരമായിട്ട് പേടിക്കേണ്ടിയിരിക്കുന്നു. ഈ ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള വൈറ്റ് കോളർ ജോലി ഒക്കെ ചെയ്യുന്നവരാണ് ഇപ്പോൾ ടെററിസത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്നത്. നമുക്ക് എങ്ങനെ അവരെ വിശ്വസിക്കാൻ കഴിയും? അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു കുറെ ചർച്ചകളൊക്കെ എങ്ങനെയുണ്ട്. വൈറ്റ് കോളർ പോലും. ഞാനൊരു കാര്യം പറയാം, മതതീവ്രവാദം, എസ്പെഷ്യലി ഇസ്ലാമിസ്റ്റ് തീവ്രവാദം, അത് ഇൻഹറന്റ്ലി ബൈ ഡിഫോൾട്ട് വൈറ്റ് കോളർ ആണ്. അതൊരു എക്സെപ്ഷൻ അല്ല. അത് ബിൻ ലാദൻ ആയാലും സവാഗിരി ആയാലും ഗിരിഗിരി ആയാലും എല്ലാം നോക്കൂ, മുഹമ്മദ് അട്ട ആയാലും കൊള്ളാം, എല്ലാം വൈറ്റ് കോളറാണ്. ഇതൊന്നും സാധാരണ മനുഷ്യർ ചെയ്യുന്നതല്ല. അബ്ദുൾ കസവിനെ പോലെയൊക്കെയുള്ള കുറച്ച് ആളുകൾ, അവരൊക്കെ എംപ്ലോയിഡ് ആണ്, അവര് സെൻഡ്. ബാക്കി നോക്കുകയാണെങ്കിൽ എല്ലാം വൈറ്റ് കോളറാണ്. ഇതിന്റെ നേതൃത്വത്തിലും വൈറ്റ് കോളറാണ്. ഈവൻ ബാഗ്ദാദി PhD ആണ്. എന്തിലാണെന്ന് എന്നോട് ചോദിക്കല്ലേ. ഡോക്ടർ ബഗ്ദാദിയാണ്. ഡോക്ടർ ബഗ്ദാദി, അബൂബക്കർ അൽ ബഗ്ദാദി ഡോക്ടറാണ്. ഐമൻ സവഗിരി ഡോക്ടറാണ്. അത് അല്ലാതെ ശരിക്കും ഡോക്ടറാണ്. ഈവൻ സക്കീർ നായിക് പോലും ഡോക്ടറാണ്. എല്ലാം ഡോക്ടറാണ്. ഈ ഡോക്ടറും ഇതുമായിട്ട് ഭയങ്കര ബന്ധമാണ്. അത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ആളുകൾ പറയുന്നത്. എന്താണ് ഈ ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, അങ്ങനെയൊക്കെയുള്ള വലിയ ഇവർ ഇത്രയും പഠിച്ചവരാണല്ലോ. പഠിച്ചവരായിരിക്കും ഇതിനകത്തൊരു 90% വരാൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻടേക്ക് എടുക്കുന്ന, ഈ വനം സ്വയം സിരകളിലേക്ക് കുത്തിവെക്കുന്നവര്, ഇത് വായിക്കുന്നത്, അറിയുന്നത് ഇത്തരം ആൾക്കാരായിരിക്കും. സാധാരണ മനുഷ്യരിപ്പോ അവര് മതഗ്രന്ഥങ്ങളൊന്നും അവർക്ക് അറിയില്ല. അവരാകെ ഒരു പുക, ഈ മതപുരോഹിതന്മാരും അത് ഇതൊക്കെ പറയുന്ന ഒരു പുകയും കുറച്ച് അന്ധതയും എന്നല്ലാതെ എക്സാക്ട്ലി അവരതൊന്നും they don't take it that seriously normally. പക്ഷെ ഇത് സീരിയസ് ആയിട്ട് എടുക്കുകയും, അതായത് ഈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളുടെ അന്ധവിശ്വാസം, നെഹ്റു പറഞ്ഞൊരു കാര്യം, സാധാരണ മനുഷ്യരുടെ അന്ധവിശ്വാസം നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ സാധിക്കും. ബട്ട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളുടെ അന്ധവിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് റിയലി ഡേഞ്ചറസ്, എക്സ്ട്രീംലി ഡേഞ്ചറസ്.
അത് വേൾഡ് ട്രേഡ് സെന്റർ ആയാലും കൊള്ളാം, നിങ്ങൾ ഇന്നലെ കണ്ട ബ്ലാസ്റ്റ് ആയാലും കൊള്ളാം. ഈ എഡ്യൂക്കേറ്റഡ് ടെററിസം അല്ലെ ടെററിസ്റ്റ് നോക്കൂ, ഇങ്ങനെയൊക്കെയുള്ള പഠിക്കാൻ ശേഷിയുള്ള, ബുദ്ധിയുള്ള, കഴിവുള്ള, ഇതാണ് യഥാർത്ഥത്തിൽ വേൾഡ് ഓർഡർ ആയിട്ട് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പരിശോധിച്ചാൽ മതി, കഴിഞ്ഞ ഒരു 10 വർഷത്തിൽ ഇതേ കണക്ക് ടെററിസ്റ്റ് ആക്ടുകൾ നടത്തിയിട്ടുള്ള ആളുകളുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ചെക്ക് ചെയ്യണം. അവരെല്ലാം നല്ല മഹാഭൂരിപക്ഷവും എഡ്യൂക്കേറ്റഡ് ആണ്. പക്ഷെ ഇന്നലെ ഞാൻ ഈ ഡോക്ടർമാരെല്ലാം അറസ്റ്റ് ചെയ്യുന്ന പറഞ്ഞപ്പം പുതുതായിട്ട് വന്ന ഒരു സംഗതി, വൈറ്റ് കോളർ വന്നിരിക്കുന്നു. ഇവന്റെ പൊന്നെ, വൈറ്റ് കോളറേ ഉള്ളൂ ഇതിനകത്ത്. എഡ്യൂക്കേറ്റഡ് ആണ് ഇതിന്റെ സ്പിയർ ഹെഡ്. ഇനി അഥവാ ആരെങ്കിലും പാവപ്പെട്ട ആളുകളെയോ അല്ലെങ്കിൽ അൺഎഡ്യൂക്കേറ്റഡ് ആളുകളെ നിയോഗിക്കുന്നുണ്ടെങ്കിലും അതിന്റെ പിന്നിലും എഞ്ചിനീയർ ആയിരിക്കും, അല്ലെ ഡോക്ടർ ആയിരിക്കും, അല്ലെ കുറഞ്ഞ പക്ഷെ ഒരു ഹോമിയോപാത്തെങ്കിലും ആയിരിക്കും. എന്തെങ്കിലും ഒരു ഡിഗ്രി ഉള്ളവരായിരിക്കും ഇതിന്റെ പുറകിലുണ്ടാവും. അതിന് അറ്റത്തൊക്കെ കുറച്ച് പേരുണ്ടാവും ഇങ്ങനെ ഒരു എഡ്യൂക്കേഷനും ഇതുമായിട്ട് ബേസിക്കലി ഉണ്ടെങ്കിൽ അത് പോസിറ്റീവ് റിലേഷൻ ആണ്, പോസിറ്റീവ് കോറിലേഷൻ ആണ്. നമുക്ക് ഏറ്റവും വലിയ മതതീവ്രവാദികളെ കണ്ടെത്താൻ കഴിയുന്നത് ഏറ്റവും കൂടുതൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിലാണ്. ഇതിവിടെ ഞാൻ ഇത് പറയുന്ന പല സമയങ്ങളിലും ഈ സയൻസ് പഠിക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ എഡ്യൂക്കേഷനൊക്കെ ഒരുപാട് അന്ധത ഇല്ലാതാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സമൂഹത്തിലാണ് ഞാൻ ജീവിച്ചത്. ഞാൻ ഇങ്ങനെ കേട്ടോ, ഞാൻ സയൻസ് പഠിച്ചാൽ ഇതെല്ലാം മാറും, അല്ലെങ്കിൽ വിദ്യാഭ്യാസം കിട്ടുമ്പോൾ മാറും, അല്ലെങ്കിൽ സമ്പത്ത് വരുമ്പോൾ മാറും, ദാരിദ്ര്യം മാറും. ഇതൊന്നും കാരണം നിങ്ങൾ പോകുന്ന വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന റൂട്ട് തെറ്റാ. നിങ്ങൾക്ക് അങ്ങോട്ടാ പോകേണ്ടത്, നിങ്ങൾ ഇങ്ങോട്ടാ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആക്സിലറേറ്റർ കൂടുതൽ ചവിട്ടുന്നേ ഉള്ളൂ. നിങ്ങളുടെ ഡിറക്ഷൻ തന്നെ തെറ്റാണ്. ആ ഡിറക്ഷൻ മാറ്റിവിടുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ സ്വതന്ത്ര ചിന്താ പ്രചരണം എന്നൊക്കെ കൊണ്ടും ആർട്ടിക്കിൾ 51A കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സയൻസ് അല്ല വേണ്ടത്, സയന്റിഫിക് ടെമ്പർ ആണ്. സയൻസ് കുത്തിയിരുന്ന് ആർക്ക് വേണേലും പഠിക്കാൻ പറ്റും, മേളി അടുക്കി വെക്കാൻ പറ്റും, ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറ്റും. ആകെ മാറ്റേണ്ടതാണ്. സ്റ്റഡി ഓഫ് സയൻസ് ഇറ്റ്സ് ഹെൽപ്ഫുൾ. പക്ഷെ നിങ്ങൾ എങ്ങോട്ടാ വണ്ടി ഓടിക്കുന്നത്? നിങ്ങൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഡയറക്ഷനിൽ ഇതെങ്ങോട്ടാണ്? അവിടെ കുറച്ച് സയൻസ് കൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ സയൻസ് ഉപയോഗിച്ച് ആ ഡയറക്ഷനിൽ കൂടുതൽ നന്നായിട്ട് ഓടിക്കും. ഈ ഡയറക്ഷണൽ ചേഞ്ച് ആണ് യഥാർത്ഥത്തിൽ വി പ്രൊപ്പോസ്. നമ്മൾ എപ്പോഴും പ്രൊപ്പോസ് ചെയ്യുന്ന ഡയറക്ഷണൽ ചേഞ്ച് ആണ്, ദിശാപരമായ ചേഞ്ച് ആണ്. അല്ല വാഹനത്തിന്റെ വലിപ്പത്തിലോ അല്ലെങ്കിൽ അതിന്റെ ഇതൊന്നല്ല, ഇന്ധനം ചെലുപ്പതൊന്നുമല്ല, ദിശാപരമായ ചേഞ്ച് ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിലേക്കാണ് വരുന്നത്. MBBS പഠിച്ച് MD എടുത്തിട്ട് സൂപ്പർ സ്പെഷ്യാലിറ്റിയും കഴിഞ്ഞിട്ട് കാർ കൊണ്ടുവന്ന് ഈ സാധനം വിൽക്കും. ഒരാളുടെ റെസിഡൻസിൽ നിന്ന് 2900 കിലോ അമോണിയം നൈട്രേറ്റ് പിടിച്ചെടുത്തു. 2900 എന്ന് പറഞ്ഞാൽ എത്ര? ഓൾമോസ്റ്റ് 3 ടണ്ണോ. എന്താണ് ഇതൊക്കെ? എന്തുമാത്രം ഭീകരമായ അവസ്ഥകളാണെന്ന് ആലോചിച്ച് നോക്കുക. ഇവരെ നോക്കൂ, ഇവരിലെ കൂടുതലും വന്നിരിക്കുന്നത് ഒന്ന് ഡോക്ടർ ഉമാർ മുഹമ്മദ്, ഈസ് ഫ്രം കൊലി വില്ലേജ്, പുൽവാമ. മുസമ്മിൽ അഹമ്മദ് ഗനായി, ഡോക്ടർ ഫ്രം പുൽവാമ. അദീൽ അഹമ്മദ് റത്തർ, ഡോക്ടർ ഫ്രം അനന്ത്നാഗ്, JK. ഇത് 3 JK ആണ്. ഒരു ഡോക്ടർ ഈ സ്ത്രീ, ഷീ ഈസ് ഫ്രം ലക്നോ, UP. നോക്കൂ, ഇവരെല്ലാം ഇതിന്റെ കൂടി ഇരുന്ന് ചെയ്യുകയാണ്. അല്ലെ, കേൾക്കുമ്പോൾ ഭയങ്കര രസമായിട്ട്. പക്ഷെ ഇവരിൽ പലരും പറയാ, ഇങ്ങനെയുള്ളവരെ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ പേടിയാവില്ലേ? ഇപ്പൊ എന്താ സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ സമൂഹം ഏറ്റവും കൂടുതൽ അഡിക്റ്റഡ് ആവുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് ഇൻഫ്ലുവൻസർ ആവുന്നതെന്ന് പറഞ്ഞ ഒരു സാധനമാണ് കൊതിയും പേടിയും. ഞാൻ പറയുന്ന ബേസിക് ആയിട്ടുള്ള ഒരു പെട്ടെന്നൊരു ഡിസയർ ഫോർ സംതിങ്. മറ്റൊന്നുള്ളതാണ് പേടി. പേടി എവിടെങ്കിലും ഒന്ന് ചെറുതായിട്ടൊന്ന് കൊളുത്തി കൊടുത്താൽ മതി, പെട്ടെന്ന് പടർന്നോളും. പേടി ഉണ്ടാകാനായിട്ടുള്ള ഇൻസ്റ്റൻസസ് ഉണ്ടാക്കിയിട്ട്, പേടി പല രീതിയിലുണ്ടാവും. ആളുകളെ പേടിപ്പിക്കാം, പറഞ്ഞു പേടിപ്പിക്കാം, ഭീതി വ്യാപാരം നടത്താം. അങ്ങനെയാണെങ്കിൽ ടെറർ ബ്ലാസ്റ്റ് എന്ന് പറയുന്നത് BB വ്യാപാരത്തിന്റെ ഒരു വീക്ഷണകോണിലൂടെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ
ഒരു സൂപ്പർ മാക്സ് ഭീതി വ്യാപാരമാണ് ഓരോ ബ്ലാസ്റ്റുകളും. ഓരോ ആയുധങ്ങൾ, സ്ഫോടക വസ്തുക്കൾ സൂക്ഷിക്കുന്നത് ഒരു സൂപ്പർ മാക്സ് ഭീതി വ്യാപാരമാണ്. നിങ്ങൾ 1 ഗ്രാം സ്ഫോടക വസ്തു സൂക്ഷിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഈ സമൂഹത്തിൽ 1 ടൺ ഭീതി വിതറുകയാണ് ചെയ്യുന്നത്. ഭീതി വ്യാപാരമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ ഫരീദാബാദിലാണ് ആ യൂണിവേഴ്സിറ്റി. ഇവിടെയാണ് ഫരീദാബാദ്. ഡൽഹി ചെങ്കോട്ട. ഡൽഹി നോക്കൂ, ഡൽഹി ഈ 3 വശവും ഹരിയാനയാണ്. വടക്ക് വശം, പടിഞ്ഞാറ് വശം, തെക്ക് വശം. ഈ കിഴക്ക് വശം മാത്രമാണ് ഉത്തർപ്രദേശ്. ആക്ച്വലി ഇറ്റ്സ് എ ഹരിയാന സിറ്റി എന്ന് വേണേൽ പറയാം. അല്ല, എന്നാലും ഹരിയാനയിൽ നിൽക്കുന്നത്. അവിടെയാണ് ഈ ഫരീദാബാദ് കിലോമീറ്റേഴ്സ്. ഈ അൽഫല യൂണിവേഴ്സിറ്റി. ഡൽഹി ബ്ലാസ്റ്റ് UP's ഡോക്ടർ ഫ്രം മഹാരാഷ്ട്രയിൽ നിന്നാണ് അവര്. ഈ സ്ത്രീ അൽഫല യൂണിവേഴ്സിറ്റി. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് അനന്ത്നാഗ്, സീനിയർ റെസിഡന്റ്. ഇതെല്ലാം നോക്കുക. ഈ പുൽവാമ എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം ഡോമിനേറ്റഡ് ഏരിയ ആണ്, ഡിസ്ട്രിക്റ്റ് ആണ്. 90% അബവ്. കാശ്മീരിൽ ഈ കാർഗിലാണ് ശരിക്കും ഷിയ മുസ്ലിംസ്, അറൌണ്ട് 70-80% കാർഗിൽ. ബാക്കിയുള്ളതെല്ലാം കൂടുതലും സുന്നിയാണ്. കാർഗിൽ യുദ്ധമൊക്കെ ഉണ്ടായപ്പം ഓർത്തു നോക്കുക.